തൃശൂർ പെരുമ്പിലാവ് കൊലപാതകത്തിലേക്ക് നയിച്ചത് റീൽസ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കം. കൊല്ലപ്പെട്ട അക്ഷയ്ക്ക് താല്പര്യമില്ലാത്ത ആൾക്കൊപ്പം ലിഷോയും ബാദുഷയും ചേർന്ന് റീൽസ് എടുത്തത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പ്രതികളുടെ മൊഴി. ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എന്താണ് ഈ മൊഴിയുടെ വിശദാംശങ്ങൾ? റീൽസ് തർക്കം കൊലപാതകത്തിലേക്ക് എത്തിച്ചെന്നാണോ? കൊലപാതകം നടന്നത് ഇന്നലെ രാത്രി 8:23 സമയത്താണ്. ആ സമയത്ത് മദ്യലഹരിയിലായിരുന്ന അക്ഷയ് ഈ ലിഷോയുടെ വീട്ടിലേക്ക് എത്തുകയും ഇവിടെ വെച്ച് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. അതേ തുടർന്ന് ലിഷോയും സംഘവും വെട്ടിപ്പരിക്കേൽപ്പിച്ചാണ് ഇയാൾ മരിക്കുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ മുഖ്യപ്രതി ലിഷോയി അടക്കമുള്ള ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ ഈ കൊലപാതകത്തിന് കാരണമായ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. അതായത് കഴിഞ്ഞ 1-ാം തീയതിയാണ് ലിഷോയി ലഹരി മരുന്ന് കേസിൽ അകപ്പെട്ടതിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതിനുശേഷം സുഹൃത്തുക്കളെല്ലാവരും ഒത്തുചേരുകയും അക്ഷയ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാവരും ചേർന്നൊരു റീൽസ് എടുക്കുകയും ചെയ്തു. ഈ റീൽസിൽ തന്നെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള കാരണം ചോദിച്ചുകൊണ്ടാണ് ലിഷോയുടെ വീട്ടിലേക്ക് ഇന്നലെ അക്ഷയ് എത്തുന്നത്. ഇതേ തുടർന്ന് മദ്യലഹരിയിലായിരുന്ന ഇയാൾ വാഹനങ്ങൾ ലിഷോയ് ഉപയോഗിച്ചു വന്നിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായിട്ടാണ് സംഘം ചേർന്ന് ഇവർ ആക്രമിക്കുന്നത്. പക്ഷേ ഈ ആക്രമണം നടക്കുന്നതിന് മുൻപ് തന്നെ അക്ഷയ് ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് മറ്റുള്ള ചില ആളുകളെ കൂടി ഈ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു ലിഷോയും സംഘവും. ഈ പ്രാഥമികമായും ലിഷോയും സംഘവും ഇയാളെ ആക്രമിക്കുന്നതും മറ്റും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ പുറത്ത് എന്നുള്ള നിലയിൽ തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം കാരണമായത് റീൽസ് എടുത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കവും വാഗ്വാദവുമാണ്. സ്ഥിരമായി ഈ ലിഷോയുടെ വീട്ടിലെത്തുകയും മറ്റും ചെയ്തിരുന്ന ആളാണ് അക്ഷയ്. ഇവർ തമ്മിൽ നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നതും. അത്തരത്തിലാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നതും. പക്ഷേ ഈ റീൽസിനെ ചൊല്ലിയുണ്ടായ തർക്കവും മുൻകാലങ്ങളിൽ ലഹരി മരുന്ന് കടത്തടക്കമുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ചില പ്രശ്നങ്ങളുമെല്ലാം ഈ കൊലപാതകത്തിന് കാരണമായി. ഇയാൾ മദ്യലഹരിയിലെത്തി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചതിനിടയിലാണ് കൊലപാതകം സംഭവിച്ചത് എന്നുള്ളതാണ് പ്രതികൾ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. വിശദമായ അന്വേഷണം തന്നെ കേസിൽ നടത്തുമെന്ന് തന്നെയാണ് കുന്നംകുളം പോലീസ് അറിയിക്കുന്നത്. ശരി, ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.